ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ടെക്നിക്കൽ ലെവൽസ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ 2-3 സ്റ്റോക്സുള്ള ലെവൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ FI DIയുടെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് FI സെല്ലായിരുന്നു, 1826 കോടി ഒരു സെല്ലായിരുന്നു. DI ഇന്ന് ബൈയിലായിരുന്നു, 3208 കോടി ബൈ ആയിരുന്നു. പിന്നെ ഇന്ന് നിഫ്റ്റി 172 പോയിന്റ് പ്ലസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻസസ് 539 പോയിന്റ് പ്ലസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലായി തന്നെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 22,099, 22,093, അതുപോലെ 22,053, 22,033, 21,929, 21,908. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ, അതായത് 22,033 താഴേക്ക് വരാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ ഒരു 22,053 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ, അതായത് 22,093 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ബ്രേക്കൗട്ടിൽ തന്നെ എൻട്രി എടുക്കരുത്. അത് ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ കൂടി വാച്ച് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ നമ്മുടെ ആ ഒരു ലെവൽസിന് മുകളിലാണ് ട്രേഡ് നടക്കണമെങ്കിൽ മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. അതിന് പുറമേ ആയിട്ട് നമുക്ക് ഈ ഒരു ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഇതേപോലെ ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഇപ്പോൾ അടുത്ത ദിവസം ബാങ്ക് നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ട്രെൻഡ് ലൈനിൻ്റെ കൂടെ ഒരു ട്രെൻഡ് ലൈൻ കൂടി മുകളിൽ മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ ഓക്കെ. ഈ നമ്മൾ നാളത്തേക്ക് വേണ്ടി 3 സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് ജിയോഫിനാണ്. നമുക്ക് ജിയോഫിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ജിയോഫിൻ നമുക്ക് ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം ജിയോഫിൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴത്തെ ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ചാർട്ടിൽ മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്ക് റിലയൻസ് ഇൻഫ്രയാണ്. റിലയൻസ് ഇൻഫ്ര ഈ ഒരു ലോ കണക്ട് ചെയ്ത് നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇതുപോലെ ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതും ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴത്തെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്ക് REC ലിമിറ്റഡ് ആണ്. അപ്പോൾ REC ലിമിറ്റഡ് നമുക്ക് ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു താഴത്തെ ട്രെൻഡ് ലൈനാണ് ബ്രേക്കൗട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് മെയിനായിട്ട് ന്യൂസ് വന്നിട്ടുള്ള സ്റ്റോക്സുകളാണ്. അപ്പോൾ ആദ്യം ന്യൂസ് വന്നിട്ടുള്ളത് സാഗിൽ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് ആണ്. അപ്പോൾ അവർക്ക് 2 വർഷത്തെ കോൺട്രാക്റ്റ് എക്സ്പ്ലോ സൊല്യൂഷനിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് ഉള്ളത് എമാൻഡത്തിനാണ്. അതായത് രാജ്യത്തുടനീളം ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് അദാനി ടോട്ടൽ എനർജീസ് ഇ മൊബൈലിറ്റിയുമായിട്ട് എമാൻഡം ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്.
അടുത്ത ന്യൂസ് ഉള്ളത് SCPCക്കാണ്. അപ്പോൾ SCPCക്ക് 20.1 മില്യൺ ദിർഹത്തിൻ്റെ ഓർഡർ ദുബായിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ന്യൂസ് ഉള്ളത് റെയിൽടെല്ലിനാണ്. അപ്പോൾ റെയിൽടെല്ലിന് 99 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ബീഹാർ എഡ്യൂക്കേഷൻ പ്രൊജക്ട് കൗൺസിലിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് RVNL-നാണ്. അപ്പോൾ RVNL-ന് 167.3 കോടിയുടെ ഓർഡറാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് GE പവറാണ്. അപ്പോൾ GE പവറിന് ഒരു പർച്ചേസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 16.42 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡിൽ നിന്നും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ് ഉള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഈ സ്റ്റോക്സുകളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.